ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാഭാരതത്തിൽ കൗരവരും പാണ്ഡവരും ഉൾപ്പെടുന്ന അനേക കഥാപാത്രങ്ങളിൽ നായകസ്ഥാനങ്ങളും വില്ലൻ വേഷങ്ങളും ആടിത്തീർക്കുന്ന ഒട്ടനവധി പേരുണ്ട്. പക്ഷെ എല്ലാവരെക്കുറിച്ചും എന്തെങ്കിലും നല്ല കാര്യം പറയാൻ ആർക്കും ഉണ്ടാകും. പക്ഷെ ഒരു നല്ല കാര്യം പോലും പറയാൻ പറ്റിയ ഒരാളായിരുന്നില്ല ശകുനി എന്ന കഥാപാത്രം. സഹോദരങ്ങളായിരുന്ന പാണ്ഡവരെയും കൗരവരെയും തമ്മിൽ തെറ്റിക്കാൻ അവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് ഈ പറയുന്ന ശകുനിയായിരുന്നു. സത്യസന്ധമല്ലാത്ത പകിടകളിലൂടെ ഒരു വലിയ യുദ്ധത്തെ തന്നെ ക്ഷണിച്ചു വരുത്തുവാൻ ശകുനിക്ക് കഴിഞ്ഞു. കുരുവംശത്തോടുള്ള പക മനസ്സിലുണ്ടായിരുന്ന ശകുനി അവരോടൊപ്പം തന്നെ കൂടി അവരുടെ നാശത്തിനു വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നു. അവസാനം കുരുവംശത്തിന്റെ നെടുന്തൂണുകൾ ഓരോന്നും കടയേറ്റു പതിക്കുന്നത് ആത്മസന്തോഷത്തോടെ ശകുനിക്ക് നോക്കി കാണാനായി. പാഞ്ചാലിയെ രാജസദസ്സിൽ വലിച്ചഴിച്ച് അപമാനിച്ചതിന്റെ കൗശല ബുദ്ധി ശകുനിയുടേതായിരുന്നു. ഇതിനിടയിൽ സുബല രാജാവിന്റെ കൈയുടെ ചൂട് അയാൾ അറിഞ്ഞു. അതോടെ മുടന്തി നടക്കേണ്ടി വന്നു. ശാരീരിക ബലഹീനതയൊന്നും അയാളുടെ ദുഷ്ടതയെ കുറയ്ക്കുവാൻ കാരണമായില്ല. അതിബുദ്ധിമാനായിരുന്നെങ്കിലും മറ്റുള്ളവരുടെ പതനം കാണാനാണ് ആ ബുദ്ധിയെല്ലാം ശകുനി ഉപയോഗിച്ചത്. അവസാനം പാണ്ഡവരാൽ കൊല്ലപ്പെടാനായിരുന്നു ആ ചതിയന്റെ വിധി. മഹാഭാരതത്തിലെ ചതിയനായ ശകുനി ശരിക്കും കൊല്ലപ്പെട്ടോ എന്ന് നമുക്ക് ചുറ്റുമുള്ള ചില ആളുകളെ കാണുമ്പോൾ സംശയം തോന്നാറുണ്ട്. സഹോദരങ്ങളെപ്പോലെ കഴിയുന്നവരുടെ മനസ്സിൽ വിഷം കുത്തിവെച്ച് അവരെ തമ്മിൽ തെറ്റിച്ച് ശത്രുപക്ഷത്താക്കി ഒരു യുദ്ധത്തിലേക്ക് എത്തിക്കുന്നവർ ഇന്നും നമുക്കിടയിൽ ഉണ്ട് എന്നതാണ് ആ സംശയത്തിന് കാരണം. മറ്റുള്ളവരെ അധിക്ഷേപിക്കുവാനും മറ്റുള്ളവരുടെ തകർച്ച കണ്ട് സന്തോഷിക്കുവാനും വേണ്ടി എന്ത് നീച വാക്കുകൾ പറയാനും എത്ര മോശമായ കാര്യങ്ങൾ ചെയ്യുവാനും ഇവർക്ക് മടിയില്ല എന്നതാണ് വാസ്തവം. വിഷമായിരിക്കുന്ന ഒന്നിന്റെ വിഷമയം മാറ്റുക എന്നത് എത്രയോ പ്രയാസകരം. പരിഹാരം ഈ വിഷമെടുത്ത് കഴിക്കാതിരിക്കുക എന്നതാണ്. ജീവിതത്തിൽ ഇത്തരം വിഷോപദ്രവികളായ ആളുകളെ അകറ്റി നിർത്തുക എന്നത് മാത്രമാണ് നാം നശിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ മാർഗം. വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു, ഏഷണിക്കാരൻ ഉറ്റമിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു എന്നും, കോപശീലനോട് സൗഹൃദം പാടില്ല, രോക്ഷാകുലനോട് ഇടപെടുകയും അരുത്, അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപിടിക്കുകയും കെണിയിൽ കുരുങ്ങി പോവുകയും ചെയ്യുമെന്നും സദൃശ്യവാക്യങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതുപോലുള്ള ദുഷ്ടന്മാരുടെ ആലോചനകൾക്കനുസരണമായി നടക്കാതെ ദൈവവചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും കടുത്ത വിഷം ചീറ്റുന്ന ഉപദ്രവികളിൽ നിന്ന് രക്ഷ നേടുവാനും ദൈവം ഏവരെയും ശക്തരാക്കി തീർക്കട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.